ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ദിസ് ഇസ് സംസ്ക്രിയേഷൻ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് അമ്മാട്ടിക്കുന്നിലേക്കാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് അമ്മാട്ടിക്കുന്നിലേക്കാണ്. അപ്പോൾ നിങ്ങളും ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. കൊടുക്കാം. അമ്മാട്ടിക്കുന്ന് നമ്മുടെ വീടിൻ്റെ തൊട്ട് മുകളിലുള്ളൊരു സ്ഥലമാണ് കേട്ടോ. നിറയെ കാടും അതുപോലെ തന്നെ റബ്ബറും തേക്കും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അമ്മാട്ടിക്കുന്ന്. അപ്പം നമുക്കിന്ന് വൈകുന്നേരം അമ്മാട്ടിക്കുന്നിലേക്ക് ഒന്ന് പോയാലോ എന്ന് പറഞ്ഞാൽ ഞാനും സോജേച്ചിയും അമ്മീനും ശ്രീകുട്ടിയും കുക്കും കൂടി നേരെ അമ്മാട്ടിക്കുന്നിലേക്ക് വെച്ച് പിടിച്ചു. രണ്ട് വശത്തും നിറയെ മരങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലൂടെ നടക്കുമ്പോൾ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് നമുക്ക് പോകാനായിട്ട് പറ്റിയായിരുന്നു. ഇതേ ഇവിടെ മുകളിൽ കാണുന്നത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന ഒരു ഷെഡാണ് കേട്ടോ. അതിൻ്റെ മുകളിൽ നിറച്ച് റബ്ബർ ഷീറ്റുകൾ ഉണക്കാനായിട്ട് ഇട്ടിരിക്കുന്നതും കണ്ടു. ഒഴിവുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ വൈകുന്നേരം ഇങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങാറുണ്ട് കേട്ടോ. ആമിക്കും കുക്കുവിനും അമിനുവിനൊക്കെ അത് ഭയങ്കര സന്തോഷമാണ്. റോഡിൻ്റെ രണ്ട് വശത്തും റബ്ബർ മരങ്ങൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നത് കൊണ്ട് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശമൊന്നും കാണാനില്ല കേട്ടോ. കുത്തനെയുള്ളൊരു കയറ്റാണ്. ആ കയറ്റം അമിനും ആമിയൊക്കെ നന്നായി ഓടിയിട്ട് കയറാനായിട്ട് നോക്കുന്നുണ്ട്. കുക്കുവിനെ ഞങ്ങൾ എടുക്കാമെന്ന് പറഞ്ഞിട്ട് കുക്കു സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് തന്നെ നടക്കണം എന്ന് തന്നെ പറഞ്ഞ് ആ കയറ്റം മുഴുവൻ മോള് തന്നേക്ക് നടന്ന് കയറിയിട്ടോ. ഞങ്ങൾ മുകളിലേക്ക് കയറി പോകുന്ന വഴിയിൽ അവിടെ വഴിയൊക്കെ വെട്ടി തെളിച്ചിട്ട് നല്ലൊരു വ്യൂ പോയിന്റ് പോലെ എനിക്ക് തോന്നി. അവിടെ എന്തോ കോറി വരാനൊക്കെ പോവുകയാണെന്നാണ് ഞങ്ങൾ കേട്ടത്. തിരിച്ചു വരുമ്പോൾ അവിടെ കയറി കാണാമെന്ന് വിചാരിച്ചപ്പോൾ നല്ല മഴ. ഭാഗ്യത്തിന് ഞങ്ങൾ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുടയിൽ 2 പേര് വെച്ച് ഞങ്ങൾ തിങ്ങിക്കൂടി അങ്ങനെ നടന്നു. പൈനാപ്പിൾ തോട്ടം കാണാൻ പോവാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പക്ഷെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ തോട്ടം പൂട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടത്. 2 കൊല്ലം മുന്നേ അവർ ഇടവേളയായിട്ട് വെച്ച് കൊടുത്ത അത്ര പൈനാപ്പിൾ മുഴുവൻ. പക്ഷെ ഇപ്പോൾ അവിടെ നോക്കുമ്പോൾ മുഴുവൻ റബ്ബർ മരങ്ങൾ വളർന്നു നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ നല്ല മഴ കാരണം ഇന്നത്തെ നമ്മുടെ യാത്ര വെച്ച് പകുതി വെച്ച് നമ്മൾ നിർത്തുകയാണ്. തിരിച്ചു വരുമ്പോൾ കയറാമെന്ന് പറഞ്ഞാൽ നമ്മുടെ വ്യൂ പോയിന്റ് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. അപ്പോഴത്തേനും നല്ല മഴ പെയ്തില്ലേ. മഴ പെയ്തപ്പോൾ ദേ അവിടെ പറമ്പിലൊക്കെ നന്നായി വെള്ളം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം നേരമാകുമ്പോൾ കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നല്ലൊരു വൈബാണല്ലേ. കുട്ടികൾക്ക് അതൊരു സന്തോഷമാവും, അതുപോലെ തന്നെ നമുക്കൊരു റിലാക്സേഷനും ആവും. ആമിയോട് കുടയിൽ നിൽക്കാനൊക്കെ പറഞ്ഞിട്ട് ആമി തീരെ കുടയിൽ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് മഴയും കൊണ്ട് അങ്ങനെ നടക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. പൈനാപ്പിൾ തോട്ടം വ്യൂ പോയിന്റ് ഒക്കെ കാണാമെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇന്നൊന്നും നടന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നല്ലൊരു മഴയും കൊണ്ട് നമ്മളിതേ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ച് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോൾ ബായ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.